സ്വിമ്മിങ് ഓടിച്ചോണ്ട് ഭയങ്കര ചാടെ. ഓരോരോ കഴിവുകൾ ഒരു മനുഷ്യർക്ക് തരുമ്പോള്ള നെക്സ്റ്റ് ടൈമിന് കോഴിക്കോടേക്ക് പോകുമ്പോ കൊച്ചി ടു കോഴിക്കോട് നീന്തിയ ഞാൻ കടലിൽ കൂടി ഫോട്ടോ വെച്ച നീന്തല് കാപ്പാട് വരെ. ഇവിടെ പറഞ്ഞ എന്ത് ഷൈനിങ് ആയിരുന്നറിയോ? ഹലോ, തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരാള് കാത്തിരിക്കാണ് അല്ലെ? എനിക്ക് സർപ്രൈസ് ആണല്ലേ ഇവന്. ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫോർമൽ ആയി പോവില്ലേ? എൻ തമ്പി തമിഴൊക്കെ പറഞ്ഞ പ്രാക്ടീസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ തരാട്ടാ. എല്ലാം കൂടി ഒന്നും പറയൂല. നെയ്ച്ചോറ് ഇറച്ചിക്കറി ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങളുടെ ശനി ഞായറൊക്കെ ബീഫ് കിട്ടുള്ളൂ. നെട്ടൂർ ഭാഗത്തൊക്കെ. അത് ഞങ്ങൾ നെട്ടൂരാണ് കേസ്. ഞങ്ങൾ ഫോറം മാളിൽ പോയിട്ട് ബീഫ് വാങ്ങിക്കാന്ന് പറഞ്ഞ് ഞാൻ കൂടെ ഇറങ്ങിയതാ. മാത്രം വാങ്ങിക്കുള്ളൂ. പിന്നെന്താ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാം. എനിക്ക് അങ്ങനെ നമ്മളെ വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ റാഹത്തായിട്ട് ഭക്ഷണം കൊടുത്താൽ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണം. അതല്ലേ ഈ ലോകത്തെ ഏറ്റവും നല്ലൊരു കാര്യം. മനുഷ്യന്മാര് ജീവിക്കണം എന്തിനാണ് ജീവിക്കണത്? വെറുതെ പണിക്ക് പോയി കാശുണ്ടാക്കി അത് സേവ് ചെയ്ത് കൂട്ടി വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിട്ടാണ്. നമ്മള് എല്ലാരും ദുനിയാവില് വന്ന പോലെ തന്നെ തിരിച്ചു പോകാനുള്ളതാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആസ്വദിച്ചിട്ട് വേണ്ടേ പോവാൻ വേണ്ടിട്ട്. ഈ ആസ്വദിക്കണതിന്റെ ഇടയില് ഭക്ഷണവും ആസ്വദിക്കണോ എന്ന് പോയിട്ടുണ്ട്. എനിക്ക് ഓവർ ഫുഡ് ഒന്നും കഴിക്കരുത്. മമ്മൂക്കാന്റെ രഹസ്യം ചോദിച്ചപ്പോ മമ്മൂക്ക് പറഞ്ഞ എന്താ അറിയോ? ആരോട് പറഞ്ഞു കൊടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണോ? ആരോടും പറഞ്ഞു കൊടുക്കണം. എന്റെ മമ്മൂക്ക അങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം. ആരോടും പറയരുത്. ദിസ് ഇസ് മമ്മൂക്ക സീക്രട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം നമുക്ക് കഴിക്കാം, പക്ഷെ ഇഷ്ടം പോലെ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഒരു പോളിസിയിലുള്ളതാണ്. ഞാൻ എല്ലാ ഭക്ഷണവും ട്രൈ ചെയ്യും. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാണ്ട് പോയാലും ഞാൻ അങ്ങനെയല്ലേ അവന് ഇതുവരെയും കേൾക്കാത്ത പേരൊക്കെ നോക്കി ട്രൈ ചെയ്യും. ചില സമയത്ത് പണി കിട്ടും, ചില സമയത്ത് പണി കിട്ടില്ല. പിന്നെ എല്ലാം ഇപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്ന് വാശി പിടിക്കരുതല്ലോ. ഞങ്ങൾ വന്ന് കുണ്ടന്നൂർ എത്തിയിട്ടുണ്ട്. വ്ലോക്കൊന്നും ഇല്ല കേട്ടോ, അടുത്ത ദിവസമല്ലേ. എല്ലാം ചോദിക്കണമോ എനിക്ക് പണിയും വിലയൊന്നുമില്ല. എപ്പോഴും റിൻസിന്റെ കൂടെ ഉണ്ടല്ലാന്ന്. പിന്നെ എന്റെ കൂടെ അല്ലാണ്ട് പിന്നെ ആരുടെ കൂടെ ഉണ്ടാവും? എന്താണല്ലേ എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതെ, ഇവന് എനിക്ക് ശമ്പളം തന്നില്ല. എന്റെ ശമ്പളം എനിക്ക് കൊടുക്കാൻ. ഇത് പോയടാ. എനിക്കാക്കാം നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. താങ്ക് യു സോ മച്ച്. പിന്നെ കൊറേ പേര് പറഞ്ഞേ, ഓ നിങ്ങൾ 7 വർഷം വഴക്കിട്ടല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഗൈസ്, സൈക്കോളജിക്കലി തന്നെയല്ലേ ഇരിക്കാം. സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആണ്. ആഫ്റ്റർ മാരേജ് 7 years കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ 7 years ഇവൻ പറയാൻ സമ്മതിക്കല്ല. അല്ല, ഈ 7 വർഷം നമ്മളൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാണ്ടല്ല പിന്നെ ലൈഫ് അടിപൊളിയായിരിക്കും കേട്ടാ. 7 വർഷം കടന്നു കിട്ടാത്തവര് പിന്നെ സെപ്പറേറ്റ് ആവുന്നിരിക്കും. കാരണം എത്തിയല്ലേ സംസാരിച്ച് സ്ഥലം എത്തി കഴിച്ചു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്താണ് ഫോറം മോളിന്ന്. അതുകൊണ്ട് ലുലു ഗ്രൂപ്പിന് ഒരുപാട് നന്ദി. ലുലു ഗ്രൂപ്പാണിത്, വേറെയാണ്. സോറി ടൈനി. ഫോറന്മാര് കേൾക്കുമ്പോ വിഷമിക്കോ ഇനി? സോറി. ഈ മോളിലൊക്കെ വന്നല്ല പാട്. പാർക്കിംഗ് ചെയ്തിട്ട് മറന്നു. അതിങ്ങനെ അന്വേഷിച്ചെടുക്കില്ല, നോക്കി വെച്ചെടുക്കുക. അപ്പൊ വീഡിയോയിൽ നോക്കി ആദ്യമല്ല മിക്കപ്പോഴും മറന്നോന്നേ. അതുകൊണ്ടാണ് പാർക്കിംഗ് മറന്നു എടുത്ത് തപ്പിയെടുക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ശരിക്കും എന്നെ പറഞ്ഞു കൊണ്ടുപോവാണ്. പഠിച്ചോ ഒത്തിരി ബീഫ് മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങണോട്ടാന്ന് ആന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവമൊക്കെ മാറും കേട്ടോ. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമെന്നും പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ മറ്റേ ഉജാലവെള്ളം കളിക്ക് വെച്ചോണ്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മിക്കപ്പോഴും വന്ന് ബീഫ് വാങ്ങിക്കണോണ്ട് ഇവിടുത്തെ ആളെ നമുക്കറിയാം കേട്ടോ. പിന്നെ പോരാത്തതിന് പുള്ളി കൊച്ചിക്കാരനും കൂടിയാണ് നമ്മൾ മട്ടാഞ്ചേരിയിൽ. എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ഉള്ള ആളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാണ് നീ ഇപ്പൊ പറഞ്ഞോളൂ മമ്മൂക്കാന്റെ കാര്യമൊന്ന്. എന്റെ പേര് തന്നെ ഓരോന്നൊക്കെ വ്യാജ പ്രചരണം നടത്തിയിട്ട് ഉച്ച നേരമായോണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുണ്ടായി.
പക്ഷെ ഈ പിശുക്കൻ ധരിക്കാക്ക് ഒരു സാധനം എനിക്ക് വാങ്ങിച്ചെന്നില്ല. ഞാൻ ഓരോ സാധനം ബാസ്ക്കറ്റിലേക്ക് ഇടുമ്പോൾ ധരിക്കാക്ക് പുറകിൽ നിന്ന് എന്നെ ഓർമ്മിപ്പിക്കണേ, നമ്മൾ ബീഫ് മാത്രമല്ലേ വാങ്ങിക്കാണ്ടി വന്നത്, ഇതൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലിസ്റ്റിലുണ്ടായില്ലല്ലോ. എന്നെയും കൊണ്ട് പോയതാ പാട്. ലിസ്റ്റിലുള്ളതും ഇല്ലാത്തതൊക്കെ എനിക്ക് എടുക്കേണ്ടി വരും. കുറേ കഴിഞ്ഞ് ധരിക്കാരന് മാറിക്കോ, ഇനി ആവശ്യമുള്ളത് ഞാൻ എടുക്കാം, എന്നിട്ട് ഇനി മോൾ അവിടെ നിന്നാൽ മതിന്ന്. വേറെ ഒന്നുമല്ല, ഇനി റംസാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഇനിയും വരാനുണ്ട്. പിന്നെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും. ഇല്ല, ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ധരിക്കാനോട് ഞാൻ ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ഒരു സാധനം എനിക്ക് വാങ്ങിച്ചില്ല. എനിക്ക് ഈ തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ചിരി വന്നിട്ട് വയ്യായിരുന്നു. എല്ലാവരും ഇങ്ങനെ കുലിക്ക് നോക്കിയല്ലേ തേങ്ങ എടുക്കണം. സത്യത്തിൽ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാനും അങ്ങനെ ചെയ്യും. പിന്നെ കുറച്ച് മല്ലിച്ചീര പൊതിനയൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ കഴിഞ്ഞിട്ടാ പിന്നെ ധരിക്കാൻ ബില്ല് ചെയ്യാൻ വേണ്ടി കയറി. എൻ്റെ അവസാനത്തെ അടവാണ്. എൻ്റെ ബാസ്ക്കറ്റ് വാങ്ങിച്ച് നേരെ പോയി ബില്ല് ചെയ്യാൻ നിൽക്കും. ഇനി റംസാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒന്നും കൂടി വരുമല്ലോ, ആ ഒരു സമാധാനത്തിലാണ് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം. പക്ഷെ എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചെന്നായിരുന്നു കേട്ടോ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ വീടെത്തി, ഇനി ഇതെല്ലാം എടുത്തു വെക്കണം, ഫുഡ് കഴിക്കണം, ഉച്ചയായിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. ചോറിനിട്ടുണ്ടായില്ല ഗൈസ്. അപ്പം ഞങ്ങൾ വന്ന് ചോറിങ്ങനെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പണിയിലേക്ക് കയറി. വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഓർത്തത് നമ്മളൊരു വീഡിയോ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഞങ്ങളെ വീട്ടില്. ഇത് കൊടുക്കണ്ട, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടാ. ഇതൊക്കെയാണോട് ഒരു മൂർച്ച വെച്ച് തരാൻ പറഞ്ഞ, പക്ഷെ അപ്പൊ തന്നെ പോവായിരിക്കാം. പണ്ടൊക്കെ എനിക്ക് ഷമാമ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എന്താ അറിയോ, നോമ്പിനാള് ഈ സാധനം മിക്കപ്പോഴും വീട്ടിൽ വാങ്ങിക്കുന്നത്. അപ്പൊ നോമ്പ് കുടിച്ച് ഇതൊന്നും കുടിച്ചാൽ എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവൂല, ഞാൻ കുടിക്കൂല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ ഇഷ്ടമല്ലായിരിക്കാം. ഞാൻ ഇച്ചിരി ഹോർലിക്സ് ഒക്കെ ഇട്ട് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇട്ടിട്ട് അടിക്കും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ നല്ല മുറുക്ക് കത്തിൻ്റെ ആണെങ്കിൽ ഷമാമിൻ്റെ ആണോ ഒന്നും മനസ്സിലാവില്ല. ഭയങ്കര മുറുക്ക. ഇനി സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കല്ലേ. ഞാൻ റംസാനൊക്കെ ആയല്ലേ, അതോ ഇത്ര പെട്ടെന്നാണ് റംസാൻ എന്നൊക്കെ പറഞ്ഞാൽ. റംസാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ ബഹളമായിരിക്കും. തലനോമ്പിന് ഞങ്ങള് കൊച്ചിയിൽ പുതിയ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഇത് പുതിയ ഉടുപ്പൊക്കെ വെച്ചുതരും. പണ്ടൊക്കെ ഇങ്ങനെ തലനോമ്പിന് ഞങ്ങളെ ഏരിയയിൽ എല്ലാവരും എൻ്റെ വീടാണ്ടില്ലേ, അടുത്തടുത്ത് വീടാണല്ലോ, ലൈൻ വീട് പോലെ. അപ്പം എല്ലാ വീട്ടിലും ഡ്രസ്സൊക്കെ എടുക്കും. ഞങ്ങൾക്ക് അന്ന് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉള്ളൂട്ടായിരുന്നു. എന്നിട്ടാ ഡ്രസ്സ് എടുക്കാനുള്ള കാശൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ നമ്മൾ തയ്ക്കുമല്ലോ, ഏതെങ്കിലുമൊക്കെ തുണിയാ കീറിയ തുണി അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ഉടുപ്പൊക്കെ തയ്ച്ച് എന്നെ ഇടിയിക്കുമ്പോ അതൊക്കെ ഒരു കാലം. അതൊക്കെ മാറി പിന്നെ തരം ഡ്രസ് ഇടുന്ന കാലമൊക്കെ വന്നുള്ള നല്ലതാന്നല്ലേ അവന് ഒരു മാറ്റങ്ങള്. റംസാനൊക്കെ ആയി കഴിയുമ്പോ എല്ലാവരും വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നിങ്ങളെന്നോട് വിശേഷമൊക്കെ പറയുന്നു കേട്ടോ. എല്ലാവർക്കും എന്റെ വിശേഷം കേൾക്കാൻ പറ്റും, എനിക്ക് ആരെയും വിശേഷം കേൾക്കാൻ പറ്റുള്ളൂ. ചിലവരെ കമന്റ് വായിക്കുമ്പോ തന്നെ എനിക്ക് അവരെ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യും. കുറേ സ്നേഹമുള്ള കമന്റ് ഒക്കെ അയക്കും. കുറെ ഉമ്മമാരൊക്കെ മോളേന്ന് വിളിച്ചിട്ട്. ഞങ്ങൾ കോഴിക്കോട് വന്നില്ലേ, അന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കുവാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പ്രിൻസിപ്പളെ നല്ല മോളാണ് കേട്ടോ, എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തലയിൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ട്. പക്ഷെ അപ്പം തന്നെ പോയി. ജസ്റ്റ് വന്ന് എനിക്കൊന്ന് സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും പറ്റണ്ടായിരുന്നില്ല. ആരാന്നറിയില്ല. ആ ഉമ്മ വീഡിയോ ആണെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. ഈ പരിപ്പേ ഇങ്ങനെ തിളച്ചൊന്നും പോവാൻ വേണ്ടി പാടില്ല, ഇങ്ങനെ നോക്കി നിക്കണം പാല് തിളക്കണ പോലെ. പക്ഷെ ആദ്യമൊന്നും വെക്കുമ്പോ നമുക്ക് അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചെന്നറിയോ, നന്നായിട്ട് വെട്ടി തിളച്ചാലാണ് രുചി കൂടുള്ളൂ. കാലൊക്കെ തിളപ്പിച്ചത് എനിക്ക് കൊറേ ചീത്തയും കേട്ട്. അത് പിന്നെ തിളച്ചു വയ്ക്കാൻ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല. എന്താണ് അതെ, എല്ലാരും നമ്മള് ഇത് വന്നിട്ടുണ്ട് ഒരുത്തൻ. മനുഷ്യനൊരു കാര്യം പറഞ്ഞു തീർക്കാവുന്ന സമ്മതിക്കാലോ കുടുംബത്തിൽ. എനിക്ക് ഈ കടുക് പൊട്ടിക്കണ ഈ ചീനച്ചട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും.
വെരി ബ്യൂട്ടിഫുൾ. ഇത് ഓർക്കണ്ട എല്ലാരും, ഞാനൊരു അയോൺ കാസ്റ്റലിന്റെ പാത്രങ്ങൾ ഒരു സെറ്റ് ആയിട്ട് വാങ്ങിച്ചത്. ഇത് മാത്രം ഉപകാരപ്പെട്ടു, ബാക്കിയൊക്കെ തുരുമ്പൊടിക്കും. ഇപ്പൊ കാണാൻ നല്ല നല്ല മൊഞ്ചായിട്ടിരിക്കണില്ലേ? അയ്യോ ഞാൻ വേഗം ജ്യൂസ് അടിച്ചോക്കട്ടെ ഇട്ടിരിക്കാം. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞല്ലേ ഡ്രാഗൺ ചിക്കനാണ്, അതൊക്കെ ഞാൻ ഉദ്ദേശിക്കണം. അതാണ് എനിക്ക് നോമ്പോടെ ഇങ്ങനെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഇപ്പൊ തന്നെ വയ്യ. എന്റെ മക്കളെ നോമ്പ് കുടിപ്പിച്ച ഇവിടെ ഒരു ബഹളമായിരിക്കും. ഞാൻ പണ്ട് കുഞ്ഞിലൊക്കെ നോമ്പ് കുടിക്കുന്നില്ലേ, അതൊന്നും അറിവില്ലല്ലോ. അറിവില്ലാത്തോണ്ടാണ് അങ്ങനെ ഇരിക്കണം. ഞാൻ സ്കൂളിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും, പിന്നെ കുളിക്കാനൊക്കെ ഷവറിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും. അപ്പൊ എൻ്റെ ഉമ്മാക്ക് അറിയാട്ടെ എൻ്റെ കള്ളത്തരങ്ങളൊക്കെ. അമ്മാരി സ്കൂളിൽ നിന്ന് നല്ല ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറുമല്ലേ എന്ന് പറയും കുളിക്കുമ്പോ. ഞാൻ ഉപ്പാനേക്കായിട്ട് പണ്ട് തിയേറ്ററില് ഉപ്പ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി സിനിമ. എന്റെ ഉപ്പാക്ക് ഇപ്പോഴും എന്ത് ഇഷ്ടം അറിയോ, ഭയങ്കര ഇമോഷണൽ മൂവി അല്ലേ. ഉപ്പ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. ഞാൻ എന്താ പെട്ടെന്ന് കരയണെന്ന് അറിയാം എന്റെ ഉപ്പാനെ പോലെ. ഉപ്പ അങ്ങനെയാണ് പെട്ടെന്ന് സങ്കടം ലോല ഹൃദയനാണ് മൈ ഫാദർ. ഒന്ന് 2 പ്ലേറ്റ് കൊടുത്തേണോ? ചിക്കൻ ഫ്രൈ വേണോ? അച്ഛന് അങ്ങനെയല്ല, അച്ഛന് എല്ല് പാടില്ല, ഭംഗി വേണം, കറക്റ്റ് സ്ക്വയർ ആയിരിക്കണം. എന്തൊക്കെ നിബന്ധനകളാണെന്നറിയോ? വീട്ടില് വന്നെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി നമ്മളുടെ കൾച്ചറിൽ നിന്നും നമ്മളുടെ ലാംഗ്വേജിനൊക്കെ കുറെ ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മളെ വീട്ടിൽ വരുമ്പോ നമ്മളുടെ സ്റ്റൈല് ഫുഡ് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കി ഞാൻ എന്തെങ്കിലും പറയാൻ വായിക്കാം. സീരിയസ് ആയിട്ട് വെച്ചോ. നെയ്ച്ചോറ് ഇല്ല പറഞ്ഞോ. നെയ്ച്ചോറ് പിന്നെന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? നെയ്ച്ചോറ്, ഇറച്ചിക്കറി, പിന്നെ നമ്മളെ കട്ടിപ്പരിപ്പ്, പപ്പടം, കച്ചമ്പർ. ഇത് നമ്മളുടെ ട്രഡീഷണൽ ഫുഡ് അല്ലേ നമ്മളുടെ. പിന്നെ പ്ലസ് ഡ്രാഗൺ ചിക്കൻ, പിന്നെന്താ നഗറ്റ്സ്. നമ്മളൊരു സ്റ്റാർട്ടർ പോലെ നമ്മള് പത്തിരിയും തേങ്ങാപ്പാലും കൂടി പ്ലസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് മറന്നു, ഞാനിപ്പോ ഇതെടുക്കാണ്ടിപ്പോ. പിന്നെ ഞങ്ങള് പ്ലേറ്റിലേക്കൊക്കെ ആക്കി വെച്ചിട്ടാ ഇങ്ങനെ ഫുഡൊക്കെ ആയിരിക്കണാണ്. അതിന് എന്ത് റാഹത്താണല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ടൈമിലൊക്കെ. നമ്മളെല്ലാ ഫുഡും കൂടെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പ്രിപ്പയർ ചെയ്ത് കാണിച്ചെടുക്കട്ടെ. 1 2 3 സ്റ്റാർട്ട്. നെയ്ച്ചോർ, ബീഫ് കറി ആൻഡ് പരിപ്പ്, കച്ചമ്പർ, പപ്പടം, ഡ്രാഗൺ ചിക്കൻ, നഗറ്റ്സ്, പത്തിരി, തേങ്ങാപ്പാൽ. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ജ്യൂസ് ഗ്ലാസ്സിലാക്കട്ടെ കേട്ടോ. കാണാതായപ്പോ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടായി. അപ്പം പറഞ്ഞ് യൂബറിൽ 20 to 25 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാനോർത്ത് ടേബിളിലെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും ലേറ്റ് ആയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ്. എനിക്കാണിങ്ങനെ ടേബിൾ നിറഞ്ഞിരിക്കണത് എന്ത് ഇഷ്ടം അറിയോ. പണ്ട് എൻ്റെ വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഞാനും കാക്കമാരും കൂടി ഉമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇതുപോലെ നിരത്തി വെക്കും. എന്നിട്ട് ഇങ്ങനെ കാണല നമ്മൾ. ഒരു റാഹത്തല്ല ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെ. പിന്നെ കുറേ ആയപ്പോഴത്തേക്കും മക്കളൊക്കെ വിശന്ന് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മക്കളെ വെയിറ്റ് ചെയ്തിരുത്തിയത്. അവസാനം ഒരു ഉറങ്ങുന്ന സമയമൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണ്ട. കുറേ നേരം നമ്മൾ കാത്തിരിക്കുന്നു. ഇനി ഞാനും തെറ്റാൻ കാത്തിരിക്കും. മക്കള് ഭക്ഷണം കഴിച്ചോട്ടെ അല്ലേ? വന്നില്ല ഗൈസ്. രാത്രി ഇപ്പൊ 10 മണിയൊക്കെ കഴിഞ്ഞ് മക്കള് ഭക്ഷണം കഴിച്ചേന് ഞങ്ങളിപ്പൊ കഴിക്കാന്ന് ഓർത്തു. കാരണം അങ്ങോട്ട് കോൾ ചെയ്തിട്ട് എടുക്കല്ല. ഇനി ചിലപ്പോ ഡ്രൈവാണ്, ഇനി എന്തെങ്കിലും തിരക്കായി പോയാ ഒന്നും അറിയൂല. ആരാ വന്നേന്നുള്ളത് ഒരു അജ്ഞാതമായിട്ട് ഇരുന്നോട്ടേലായിരിക്കാം. ചിലപ്പോ എന്തെങ്കിലും വന്നാലാ വരുവോ? നമുക്ക് വന്നിലേക്ക് ഭക്ഷണങ്ങളൊക്കെ നമുക്ക് 2 ദിവസം ഫുൾ റെസ്റ്റ്.
എന്തൊക്കെ പാടുവിട്ടു അമ്മ പുറത്തു പോയി എല്ലാം വാങ്ങിച്ചു വന്നു. നമുക്ക് കഴിക്കാലോ. നല്ല സങ്കടമുണ്ട്. ആണോ? സങ്കടമുണ്ട്, പക്ഷെ വഴക്കൊന്നുമില്ല. നല്ല സങ്കടമുണ്ട്. എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ലെന്നുള്ളു, പക്ഷെ നല്ല സങ്കടമുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് സങ്കടം ഉണ്ടാകും. എനിക്ക് സങ്കടം നീ സങ്കടപ്പെടണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല. നമുക്കിത് ഓരോരുത്തരുടെ ഇതല്ലേ, ചിലപ്പോ എന്തെങ്കിലും എമർജൻസിയിലോ എല്ലാം പെട്ടുപോയിട്ടുണ്ടാവും. അതായിരിക്കും വരാൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരിക്കും. സാറല്ല, നമുക്ക് കഴിക്കാം. നാളെ നമ്മൾ റെസ്റ്റ് എടുക്കാം. നമുക്ക് നെയ്ച്ചോറൊക്കെ നാളെ കഴിച്ചു. ഇപ്പൊ നമുക്ക് പത്തിരിയിൽ തുടങ്ങാം. പത്തിരി ഇറച്ചിക്കറിയും കഴിക്കാം. ഓക്കെ, കഴിച്ചു കൊടുക്കുകയും ചെയ്യാം. കഴിക്കാം. സ്കൂളിൽ ഗൾഫിൽ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വന്നു. മിസ് പുറത്തോട്ട് എന്നെ പുറത്തോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മദറിന്റെ വോയിസ് എന്ത് രസം. മിസ്സിന് വീഡിയോ കാണാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോ മിസ്സിന് അഡിക്റ്റ് ആയി പോയിരുന്നു. കണ്ടോണ്ടിരിക്കുന്നു. നിന്റെ അമ്മനോട് ഞാൻ പറഞ്ഞ കോമഡി ആയിട്ട് പറഞ്ഞു, നല്ല വോയിസാ, എന്ത് ക്യൂട്ടായിട്ട് സംസാരിക്കുന്നു. ഓ താങ്ക് യു. ഏത് മിസ്സാ പറഞ്ഞത്? ഗൾഫി മിസ്. താങ്ക് യു സോ മച്ച്. അയ്യോടാ, ഇതെനിക്ക് ഭയങ്കര അടിപൊളി കോംപ്ലിമെന്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഈ വീഡിയോ കട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര എനിക്ക് വിശക്കും. എനിക്ക് വേഗം വേഗം സങ്കടം തീർന്നവരെയൊക്കെ തിന്നേണ്ടി വരും. കട്ട് ചെയ്ത് വെക്കാം. വിശപ്പും എല്ലാം കൂടി ചേരുന്നുണ്ട്. സാറിലടി ഇങ്ങനെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ. അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എങ്ങാനും വരുവാണെങ്കിൽ, ഇപ്പോഴും എന്റെ ഉള്ളിൽ നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ. വരുവാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടി റീടേക്ക് എടുക്കും, ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗൈസ്, കഥയിൽ ട്വിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കാകെ 2-3 പ്രാവശ്യം അങ്ങോട്ട് കോൾ ചെയ്തിട്ട് ഫോൺ എടുക്കാൻ കാരണം ഫോൺ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ച് TV ഒക്കെ കണ്ടിരുന്നിട്ട് കിടക്കാൻ റൂമിൽ കയറിയപ്പോഴാണ് എൻ്റെ ഫോണിൽ മിസ് കോൾ കണ്ടത്. അപ്പോൾ ശരിക്കും ഇപ്പം എവിടെയുണ്ട്, അവിടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അവിടെ ഓടി ചെല്ലുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആളിട്ടാ. നമ്മളിങ്ങനെ പറയൂലേ, ലുക്സിൽ ഒരാളെയും ജഡ്ജ് ചെയ്യരുതെന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കേണ്ട, വലിയ പെരിയ ആളാണ് പുള്ളിക്കാരൻ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഫ്രണ്ട്സൊക്കെ പോയതുകൊണ്ട് ശരിക്കും റോട്ടിൽ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഉണ്ടാക്കിയ എല്ലാ ഫുഡും കൊടുത്ത്. പുള്ളിൻ്റെ പേര് ആകാശ് എന്നാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക, സർപ്രൈസായിട്ട് സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്നോട് പറഞ്ഞ് എൻ്റെ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന്. അതിൽ നോക്കി വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഒരു പിക്ചർ വരച്ചേക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത് എപ്പോൾ വരച്ചെന്ന് ചോദിച്ചപ്പോൾ അലാറം വെച്ച് വെളുപ്പിനെ എണീച്ച് ആ ടൈമിലിരുന്ന് വരച്ചാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോയേ ഇല്ല. ഞാനും ഉമ്മയും കൂടി അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ക്ലോസ് ആയിട്ട്. എൻ്റെ ഉമ്മാനിങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടായില്ല. ഇന്നലെ ഒരുപാട് നേരം കാത്തിരുന്നിട്ട് കാണാണ്ടായപ്പോൾ ഉണ്ടായ എല്ലാ സങ്കടവും എനിക്ക് തോന്നുന്നു നേരം വെളുത്തപ്പോൾ മാറിയെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് എൻ്റെ ഒരു ആങ്ങളമാരെ പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആകാശ് വീട്ടിൽ വന്നിട്ടും. ആകാശ് അവൻ്റെ അമ്മനെ വിളിച്ച് എനിക്ക് കാണിച്ചു തന്ന് വീഡിയോ കോൾ ചെയ്ത് ഒരുപാട് സ്നേഹമുള്ളൊരു അമ്മ. കുറേ നേരം അങ്ങനെ അമ്മനോടൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. ശരിക്കും അവൻ എന്നെ ഒരു അക്കാന്ന് തന്നെയാണ് കേട്ടോ വിളിക്കണത്. പിന്നെ ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ആയിരുന്നു അവനിക്ക് എന്നോടും. പിന്നെ ധരിക്കാനോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടം. സെയിം ധരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലെ വന്ന് നിൽക്കണേക്കെ. എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ അവന് ഓക്കെ ആയിരുന്നു ഞങ്ങളെ വീട്ടിലെ മുതൽ தங்கறது கெஸ்ட் நீதா. நீங்க தங்கரம் ஸ்டே பண்ணன முதல் கெஸ்ட் நீதா. நீங்க எப்படி ஹாப்பியா நான் வந்ததுல? ஹாப்பி. நெக்ஸ்ட் டைம் மீட் பண்ணலாம். ஓகே பை. थैंक यू. அப்ப ഞങ്ങൾ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ. നല്ല കാണുന്നുണ്ട്. കണ്ടിപ്പാ നെക്സ്റ്റ് ടൈം. ബൈ ബൈ. ബൈ ബൈ. നെക്സ്റ്റ് ടൈം മീറ്റ് பண்ணலாம். കണ്ടിപ്പാ. Thank you so much, Happy. Thank you. Thank you too.